ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൂകാംബിക, കുടജാത്രി, മുരുടേശ്വർ ഇതെല്ലാം സന്ദർശിച്ചതിന് ശേഷം ഉടുപ്പി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവരുടെ കോമ്പൗണ്ടിലേക്ക് കയറി. അപ്പോൾ അവിടെ ഉള്ളിൽ അധികം വിഷ്വൽസ് ഞാൻ എടുത്തിട്ടില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലൂടെ എഴുതി വെച്ചേക്കണേ കണ്ടില്ല, പക്ഷേ ആരും വീഡിയോ എടുക്കാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഈ കയറുമ്പോൾ തന്നെ ഇങ്ങനെ കോമ്പൗണ്ടിൽ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും കേട്ടോ. ഭയങ്കര ഒരു മനോഹര കാഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും. അത്യാവശ്യം വീട്ടിലൊക്കെ വെക്കാനും മറ്റു ആക്കിയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടും. പിന്നെ ഇത് ശാന്തിമര ആശ്രമമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിലാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, പശുത്തൊഴുത്ത് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയ ബിൽഡിങ്ങിൻ്റെ അടിയിലായിട്ട് ഇഷ്ടംപോലെ പശുക്കളുണ്ട്. നമ്മുടെ സൂര്യ അവിടെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഞാനും പോയി നോക്കി നേരിട്ട് കാണുകയുണ്ടായി. ആ ഒരു വിഷ്വലാണ് ഇത് നിങ്ങളതിനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ക്യൂ പോലെ ആയി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു അമ്പലത്തിൻ്റെ ഭംഗിയും മറ്റും വന്നത്. അതൊരു വലിയൊരു കുളം, ഇതുണ്ട വലിയ കുളത്തിനോട് ചുറ്റപ്പെട്ടാണ് ഇങ്ങനെ നമ്മൾ ക്യൂവിലൂടെ അപ്പുറത്ത് ചെല്ലണം, നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെല്ലണം അമ്പലത്തിൻ്റെ അകത്ത് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ഈ കുളത്തിൽ എന്താ പറയുക, കുറേ മീനുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ചുറ്റും പല എന്താണ് രഥം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നെറ്റിൻ്റെ ഇടയിൽ ആൾക്കാർ ഈ കുപ്പിയൊക്കെ കൊണ്ടുവന്ന് വെക്കണോണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പി വെക്കണമെങ്കിൽ അത് തെറിച്ച് അല്ലെങ്കിൽ ആരും തള്ളുമ്പോഴോ അല്ലെങ്കിൽ കാറ്റത്തോ കുളത്തിലൊക്കെ വീണിട്ടുണ്ട്. ഇതുണ്ട്, അത് ഒരു വുഡിൽ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ട്. ഇതുണ്ട്, എന്ത് വലിയ കുളമാണെന്ന് അറിയാമോ. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ, കാണിച്ചു തരാം. നമുക്ക് ചിലത് വീഡിയോയിൽ കാണാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഇപ്പുറത്ത് വെച്ചെടുത്തപ്പോൾ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നല്ല, വലിയ മീനൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പുറത്ത് സൈഡിലായിട്ട് ഇതാണ് നേരത്തെ പറഞ്ഞ വുഡിൻ്റെ ഇത് വെച്ചുണ്ടാക്കിയാണ് കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ അപ്പുറത്തെ സൈഡ് രഥമുണ്ട്, വലിയ 2-3 രഥമുണ്ട്, മീൻ പൊങ്ങിക്കിടക്കുന്നുണ്ടോ. അതുപോലെ തന്നെ സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഭയങ്കര ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് രഥം ഇത് വരണമെന്നല്ല കേട്ടോ, അപ്പുറത്തും വേറെ കിടക്കണുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള രഥമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഏതാണ്ട് കയറാൻ പോണേണ്. അപ്പോൾ അവിടുത്തെ ഉള്ളിലേയും പറഞ്ഞിട്ടാണ്, ഉള്ളിലെ വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടില്ല, എന്നാലും ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഒക്കെ എടുത്ത് കാണിച്ചു തന്നാണ്. പിന്നെ ഇതുണ്ട്, മീൻ പൊങ്ങിക്കിടങ്ങുന്നുണ്ട് കുളത്തിൽ, ഇഷ്ടംപോലെ മീനുകളുണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ ജസ്റ്റ് അമ്പലത്തിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അതിൽ കാര്യമില്ല, കാരണം ആരും യൂസ് ചെയ്യണേ കണ്ടില്ല, അവിടെ എഴുതി വെച്ചൊക്കെ തന്നെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇതുണ്ട്, നമ്മളിതിലെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നേരത്തെ ആദ്യമേ തുടങ്ങിയപ്പോഴും കാണിച്ചിരുന്നത് ഇങ്ങനെ ഒരു ബിൽഡിങ് തൊട്ടപ്പുറത്ത് കണ്ടിട്ട് വലിയൊരു മനോഹര ബിൽഡിംഗ് ഉണ്ട്. അതെനിക്കൊണ്ട് അവരുടെ ശാന്തിമാരുടെ ആശ്രമം വല്ലതായിരിക്കണം ഈ കാണുന്നത്. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം അവിടെ കന്നഡ ഭാഷയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പറ്റില്ല. ഹിന്ദി ഉണ്ടായപ്പോഴത്തെ അതും ഞാൻ നോക്കിയില്ല. പിന്നെ ഇവിടെ ഇതാണ് ഞാൻ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഇഷ്ടം പോലെ ഈ കൃഷ്ണൻ്റെ മറ്റൊക്കെ ആയിട്ട് രൂപങ്ങളും ഉണ്ട്, കുറേ കരകൗശല വസ്തുക്കളും എല്ലാം ഉണ്ട് വീട്ടിൽ വെക്കാൻ പറ്റിയത്. ഇതൊന്നും അറിയാണ്ട് ഒരുത്തിനവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ. അപ്പോൾ എന്തായാലും എന്താണ് അവിടെ പോയി കാണാൻ പറ്റി, വളരെ സന്തോഷം. കുറേ മൂകാംബിക, കുടജാത്രി, അതുപോലെ മുരുടേശ്വർ, ഇത് കഴിഞ്ഞിട്ടാണ് ഉടുപ്പിയിൽ വന്നത്. എന്തായാലും അത് നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചെയ്തതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ട് ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ദേവൂട്ടിന് അവിടെ നിന്നൊരു സാധനം മേടിച്ചിട്ടുണ്ട്, അത് വുഡിലുണ്ടാക്കിക്കണ, മറ്റേ പ്ലാസ്റ്റിക് ആണല്ലോ, ഇത് വുഡിലുണ്ടാക്കിക്കണ. അവനത് വെച്ചിട്ട് അവിടെ താർത്തുകൊണ്ടിരിക്കണതാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണം ഇത് കൊള്ളാമെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാഴ്ചകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ ഉടുപ്പിയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മൂകാംബികയും കുടജാത്രിയും മുരുടേശ്വരൊക്കെ പോയെന്ന് പറഞ്ഞാൽ അത് തൊട്ട് മുന്നേ നമ്മുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ എടുത്ത് കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി വീഡിയോസാണത്. കുടജാത്രിയായി കയറിയേക്കണതും മൂകാംബികയും മുരുടേശ്വരം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.